ക്യാൻസർ ഭീതിയില്ലാതെ ജീവിക്കുന്ന എത്ര പേരെ കാണാനാകും നമുക്ക് ചുറ്റും? പരിചയത്തിലുള്ള ഒരാളെങ്കിലും ഈ രോഗാവസ്ഥയുമായി മല്ലിടുന്നത് കണ്ട് നെടുവേർപ്പെടുന്നവരുമാണ് നാം. പലതരം ക്യാൻസറുകളുണ്ട്. അതുപോലെ തന്നെ നിരവധി സാധ്യതകളും കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട്. ജനിതക ഘടനയും പാരമ്പര്യവും ഇതിലൊരു പങ്ക് വഹിക്കുന്നു. അത് മാറ്റി നിർത്തിയാൽ മറ്റൊരു പ്രധാന കാരണം ജീവിതശൈലിയിലെ ചില തെറ്റായ ഭക്ഷണശീലങ്ങളാണ്. എന്ത്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും വൈദ്യശാസ്ത്രത്തിന് അപ്രാപ്യമാണെങ്കിലും ക്യാൻസറിന്റെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്ന ചില ഭക്ഷണങ്ങൾ നോക്കാം. എല്ലാവരിലും ഇത് ഒരേ ഫലമല്ല ഉണ്ടാക്കുന്നതെങ്കിലും ഒരു മുൻകരുതലിന് ഇത് സഹായകമാകും. ക്യാൻസറിൽ 80 മുതൽ 90% വരെ ബാഹ്യ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ചില ഭക്ഷണങ്ങൾ ചിലതരം ക്യാൻസറിനുള്ള ഉയർന്ന അപകട സാധ്യതയായി ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്കരിച്ച മാംസം, അമിതമായി വേവിച്ച ഭക്ഷണങ്ങൾ, വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ ചിലതരം ക്യാൻസറുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കൂടാതെ മദ്യം, പാലുൽപ്പന്നങ്ങൾ, പഞ്ചസാര, ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകൾ എന്നിവയും ചിലതരം ക്യാൻസറുകൾക്കുള്ള കാരണമായേക്കാം. ഉപ്പിട്ടോ പുകയിടുന്ന രീതിയിലോ ഉൾപ്പെടെ സംസ്കരിച്ച മാംസം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹോട്ട് ഡോഗുകൾ, സോസേജ്, ചില ബീഫ് വിഭവങ്ങൾ ഇവയൊക്കെ വില്ലനായേക്കാം. മാംസം സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ അർബുദ കാരണങ്ങളായേക്കും. ഉദാഹരണത്തിന് നൈട്രേറ്റ് ഉപയോഗിച്ച് മാംസം ഉണക്കുന്നത് N-നൈട്രോസോ സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്ന അർബുദകാരികൾ ഉണ്ടാക്കും. സംസ്കരിച്ച മാംസം വൻകുടൽ ക്യാൻസറും സ്ഥാനാർബുദ സാധ്യതയും വർദ്ധിപ്പിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നതും ഗ്രില്ലിംഗ് പോലെ മാംസം അമിതമായി വേവിക്കുന്നതും അർബുദകാരികൾ ഉണ്ടാക്കും. ഉയർന്ന താപനിലയിലോ തുറന്ന തീയിലോ പാകം ചെയ്യുമ്പോൾ ഭക്ഷണങ്ങൾ അമിതമായി വേവിക്കാനും കരിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ്. ഗ്രില്ലിംഗ്, ബാർബിക്യൂ പോലുള്ളവ നിയന്ത്രിച്ച് മാത്രം കഴിക്കണമെന്ന് സാരം. ചെറുതീയിൽ ഏറെ നേരം വേവിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ താപനിലയിലുള്ള പാകം ശീലമാക്കാം. മൺപാത്രത്തിലോ സ്ലോ കുക്കറിലോ സാവധാനത്തിൽ പാകം ചെയ്യുക. പാലുൽപ്പന്നങ്ങൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിന് ചില തെളിവുകളടക്കം വിദഗ്ധർ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. പാൽ, ചീസ്, തൈര് തുടങ്ങിയവ ശീലമാക്കുന്നതോടെ ഇൻസുലിൻ പോലുള്ളവയുടെ അളവ് വർദ്ധിക്കുന്നു. ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ഉയർന്ന അപകട സാധ്യതയ്ക്കും വഴിവെച്ചേക്കാം. അമിതമായി പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും നിയന്ത്രണമില്ലാതെ കഴിച്ചാൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിക്കും. പാശ്ചാത്യ ലോകത്തു നിന്നും മലയാളികൾക്കിടയിലും പ്രിയമേറിയ വൈറ്റ് പാസ്ത, വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ് ഇവ സ്ഥിരമാക്കിയാൽ ടൈപ്പ് 2 പ്രമേഹത്തിനും പൊണ്ണത്തടിക്കും സാധ്യതയേറും. ഇതോടെ ചിലതരം ക്യാൻസറുകൾക്കുള്ള സാധ്യതയും തെളിയും. മദ്യം കഴിക്കുമ്പോൾ നിങ്ങളുടെ കരൾ മദ്യത്തെ അസെറ്റാൽഡിഹൈഡ് എന്ന ഒരു സംയുക്തമാക്കി വിഘടിപ്പിക്കുന്നു. അർബുദത്തിന് കാരണമാകുന്ന ഒരു ഘടകമാണിത്. സ്ത്രീകളിൽ മദ്യം ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു എന്ന് 2015 ഒരു പഠനത്തിൽ പറയുന്നു. ഇത് ഈസ്ട്രജൻ റിസപ്റ്റർ പോസിറ്റീവ് സ്തനാർബുദത്തിനുള്ള ഉയർന്ന സാധ്യതയാണ്. ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് ഈ ഭക്ഷണങ്ങളുടെ ഉപഭോഗം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.